സോ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഈ ഒരു 11ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് ഹൗസിനോട് ലക്ഷ്മി വിട പറഞ്ഞിരിക്കുകയാണ്. അതെ, ഒഫീഷ്യലി ലക്ഷ്മി ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരാഴ്ചത്തെ അൺഒഫീഷ്യൽ പോളുകളുടെ ഒരു റിസൾട്ടും ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ പറഞ്ഞിരുന്നു. അതിൽ ലക്ഷ്മിക്കും നെവിനും തന്നെയായിരുന്നു ഏറ്റവും വോട്ട് കുറവായി നിന്നിരുന്നത്. ഇതിലൊരാൾ പുറത്തു പോകുമെന്ന് ഞാൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ ഇതൊരു ഫെയർ എവിക്ഷൻ ആണോ അൺഫെയർ എവിക്ഷൻ ആണോ എന്ന് നോക്കിയാൽ ഇതൊരു ടോപ്പ് 10 ലിസ്റ്റ് ആണ്. ഒരു ടോപ്പ് 10 കണ്ടസ്റ്റൻസിന്റെ എവിക്ഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി 1-2 ആഴ്ചകൾ കൂടി മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഫെയർ അൺഫെയർ എവിക്ഷൻ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സ്റ്റിൽ ഈ ഒരാഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരിൽ ലക്ഷ്മിയെക്കായാലും പുറത്തേക്ക് പോകാൻ യോഗ്യരായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ വാഴകളായിട്ട് നിൽക്കുന്ന നമ്മുടെ നൂറയൊക്കെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നറിയില്ല. വെറുതെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നൂറെ പോലെ ഒരു കാര്യങ്ങളും ചെയ്യാതെ വെറും വാഴയായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തുകയാണ്. എന്തായാലും ഇനി കൂടുതൽ അൺഫെയർ ഫെയർ എവിക്ഷൻ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കുഴപ്പമില്ലാത്തൊരു എവിക്ഷൻ അത്ര മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ലക്ഷ്മി ഈ ഒരു സീസണിലേക്ക് വന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ഒരു സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള ഒരു വുമൺ, നല്ല സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടും, അപ്പൊ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മുൻപിലേക്ക് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ പോലും രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ കണ്ടതാണ് കുറച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് എല്ലാവരെയും ഉപദേശിക്കുക മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല, താല്പര്യമില്ല. ഒരു മടി പിടിച്ച് പിന്നീട് ഒരു ഷാഡോ പിടിച്ച് പലരുടെയും ഷാഡോ പിടിച്ച് മുന്നോട്ട് പോകുകയും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊന്നും വന്നില്ലെങ്കിൽ പോലും ഏത് കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നറിയത്തില്ലാതെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന പുരുഷ വിരോധമൊക്കെ വെച്ചിട്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവരുമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ആ കാര്യത്തിന് എന്താണ് പ്രശ്നമെന്ന് പോലും മനസ്സിലാക്കാതെ പോയി കോൺട്രോവേഴ്സികളിൽ ഏർപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ഒരു കോൺട്രോവേഴ്സി സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ പേരിലാണ് ലക്ഷ്മി ഈ ഒരു സീസണിലെ കുറച്ച് പേരെങ്കിലും എടുത്ത് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ ഒനിൽ ഇഷ്യൂവിലും കുറച്ച് എന്താ പറയുന്ന കോൺട്രോവേഴ്സി സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തിയാണ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറി വരികയും പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ലക്ഷ്മി അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഒരു സീസണിൽ നിലനിന്ന് പോകുന്നത്. എന്താണെങ്കിലും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പോലും ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള ആക്റ്റീവായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ ലക്ഷ്മിയുടേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ തോന്നിയ സമയത്ത് തോന്നിയ പോലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളും കണ്ടത്. അതല്ലാതെ ഈ ഒരു സീസണിൽ ലക്ഷ്മിയുടേതായിട്ട് പറയത്തക്ക ഒരു ടാസ്ക് വിന്നിങ് മൊമെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും കണ്ടില്ല. പിന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു പേടിയില്ലാതെ പറയാനുള്ള ഒരു ധൈര്യം ലക്ഷ്മി കാണിച്ചിരുന്നു. നിലവിൽ മറ്റു പല കണ്ടസ്റ്റൻസിനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ 1-2 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടി ലക്ഷ്മിയെക്കായാലും യോഗ്യരായിട്ടുള്ളവർ. നമ്മുടെ സാബുമാനാണെന്നുണ്ടെങ്കിലും നൂറയാണെന്നുണ്ടെങ്കിലും ആതിരയാണെന്നുണ്ടെങ്കിലും നെവിനെ കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താം. ബട്ട് സ്റ്റിൽ ഈ ഒരു നോമിനേഷനിൽ നമുക്ക് ലക്ഷ്മി, നൂറ, നെവിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും വോട്ട് കുറവായിട്ട് നെവിനും അതുപോലെ തന്നെ ലക്ഷ്മിയും ആയിരുന്നു. എനിവേസ് പ്രേക്ഷകരുടെ തീരുമാനമാണ്. ടോപ്പ് 10 ലിസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ 2 ആഴ്ചകൾ കൂടി മാത്രമേ ഈ ഒരു സീസൺ തീരാനുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. എനിവേസ് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് ലക്ഷ്മി ഒഫീഷ്യലി എവിക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.